സ്ത്രീകളായ സാധകർക്കും ഭിക്ഷാന്നം സ്വീകരിക്കാമോ? ഇവിടെ സാധകരെ സംബന്ധിച്ച് സ്ത്രീ പുരുഷാദി ഭേദം ഇല്ല. ബ്രഹ്മചര്യം, സന്യാസം തുടങ്ങിയവ ഏവർക്കും ഒരുപോലെ തന്നെ അധികൃതമാണ്. അവിടെ സ്ത്രീ പുരുഷ ഭേദം കൽപ്പിക്കേണ്ട ആവശ്യമില്ല ഒരു തരത്തിലും. അവിടെ സ്ത്രീ പുരുഷൻ എന്ന ഭേദം എന്തിനാ കൽപ്പിക്കുന്നത്? മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് കൽപ്പന വരുന്നേ? സ്ത്രീകളായ സാധകർക്കും ഭിക്ഷാന്നം സ്വീകരിക്കാമോ എന്ന് വെച്ചാൽ പുരുഷന്മാരായ സാധകന്മാർക്കും ഭിക്ഷാന്നം സ്വീകരിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അതേ ഭാഷയിൽ ഇത് ചോദിക്കാം. നപുംസകളായ സാധകന്മാർക്കും ഭിക്ഷാന്നം സ്വീകരിക്കാമോ? എങ്കിൽ ചോദ്യം സ്വീകാര്യമാണ്. അല്ലാതെ സ്ത്രീകൾക്ക് മാത്രം ഒരു പ്രത്യേകമായി സ്വീകാര്യമാണോ എന്നുള്ളത് നമുക്ക് വിചാരിച്ചത് മനസ്സിലാക്കാൻ വിഷമമുണ്ട്. കാരണം എന്തിനാ സ്ത്രീ പുരുഷ ഭേദം അവിടെ കൽപ്പിക്കുന്നേ? ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരു സാങ്കത്യം വേണ്ടേ ചോദ്യത്തിന്? എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കണേ, അല്ലാണ്ട് കളിയാക്കി ചോദിക്കുകയല്ല.